ഇൻകുലാബ് സിന്ദാബാദ്. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും. മരണം വരെയും സമരം. മനുഷ്യന്റെ വേദനകളിലും രോഗങ്ങളിലും അവനെ ആശ്വസിപ്പിക്കാൻ, പരിചരിക്കാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ച മാലാഖമാരാണ് നഴ്സുമാർ. നിരവധിയായ ചൂഷണങ്ങളുടെയും അവഗണനയുടെയും ഫലമായി നാൾക്കുനാൾ അവരുടെ ജീവിതം ദുസ്സഹമായി വളർന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ കരഞ്ഞ് പുറമേ ചിരിക്കുന്ന മാലാഖയായി അവർ നമ്മോടൊപ്പമുണ്ട്. ഇനിയും ഇനിയും അവകാശങ്ങൾ അവർ നേടിയെടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ ആരംഭിക്കുന്നു. മാലാഖമാർ സിന്ദാബാദ്. ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന്. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം വേണം എനിക്ക് കയറിൻ തുമ്പിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ. നാളെ നേരം വെളുക്കുമ്പോൾ ഈ ലോകം കാണണം, ജീവിതത്തിൽ ഒന്നും നേടാനാകാത്ത ഒരു പാഴ്ജന്മം കയറിൽ തൂങ്ങി ആടുന്നത്. എൻ്റെ പേര് ബിനോയ്. ഞാനൊരു നഴ്സാണ്, ഭൂമിയിലെ മാലാഖ. ഇതുതന്നെയാ എൻ്റെ മരണകാരണവും. ഞാനൊരു നഴ്സാണ്. അപ്പനും അമ്മയും സഹോദരിമാരും, ഒരു സാധു കുടുംബം. ഉള്ളതുകൊണ്ട് പരാതികളില്ലാതെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചത്. എന്തെങ്കിലും ഒന്ന് ഉണക്കാൻ വെച്ച അപ്പ വരും ഈ കാക്കകള്. കോഴി, ഈ കോഴിനെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലാത്തിനും തല്ലിക്കൊന്ന് ചട്ടി വെക്കും. എടി സൗമ്യേ, സൗമ്യേ, എടി സൗമ്യേ. ഇതെവിടെ പോയി കിടക്കണ്? നീ ആ ക്രാവിന് ഇത്തിരി കാടി കൊടുത്തേ. അത് കിടന്ന് കാറിനെ കണ്ടില്ലേ നീ? എന്റെ മേരിയെ, നിന്റെ സ്വരം അങ്ങാടിയിൽ കേക്കാലോ. കണ്ണടച്ച് മനസ്സിൽ പോ കാക്കയെന്ന് പറഞ്ഞ കാക്ക പോവാ മനുഷ്യ. ദേ വന്നേക്കണ്, പോ കാക്കേ. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? ലോൺ കിട്ടോ? ലോൺ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിനിമോളെ കെട്ടിക്കാൻ എടുത്തതിന്റെ കുടിശ്ശിക പിടിച്ചിട്ടേ ബാക്കി കിട്ടൂ. നിങ്ങളെ വിഷമിക്കണ്ടെന്നേ, പോരാത്തതിന് ഈ മാല അങ്ങ് വിൽക്കാം. നേരിയേ, പെട്ടെന്നൊരാവശ്യം വന്ന ഒരു തരി പൊന്നെങ്കിലും വീട്ടിൽ വേണ്ടേ? ആദ്യം നമ്മുടെ മോന്റെ പഠിപ്പ് നടക്കട്ടെ. അവനൊരു ജോലി കിട്ടിയാ പിന്നെ പൊന്ന് നമുക്ക് ഉണ്ടാക്കാലോ. ഈ 3 ചക്ര വണ്ടി ഓടിച്ച് നടന്ന ചിലവും സിസിയും കഴിഞ്ഞ ബാക്കി എന്ത് മിച്ചം വെക്കാന്? നടുവിന് വല്ലാത്ത വേദന. അല്ല, ഒന്ന് നിന്നേ. പശുവിന് പുല്ലരിഞ്ഞും അതിനെ മാറ്റിക്കെട്ടിയും നടുമുതും വയ്യാണ്ടായി. നിങ്ങൾ അതിന് കിട്ടണ കാശിന് കൊടുക്കും മനുഷ്യ. മേരിയേ, നിനക്ക് എന്തോ പറ്റിയേ? നീ ജീവന തുല്യം സ്നേഹിക്കണ പശുവിനെ വിൽക്കാനോ? അങ്ങനെ പശുവിനെ വിറ്റ് നീ എന്നെ സഹായിക്കണ്ട. നമ്മുടെ മോനേക്കാൾ വലുതാണോ പശു? നമുക്ക് കാശ് കിട്ടുമ്പോ വേറെ ഒരെണ്ണത്തിന് വാങ്ങാന്നേ. എന്നാലും മേരിയേ, ദേവി കാര്യച്ചൻ. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താച്ചോ ഈ വഴിക്ക്? വെഞ്ചരിക്കാനാണോ? അല്ല, പിന്നെ ഒരു കാര്യമില്ലാണ്ട് ഞാൻ ഈ വഴിയെ വരോ? അതില്ല. അച്ചോ,
കട്ടൻ കാപ്പി. ഓഹോ, പഞ്ചാരിട്ടതാണോ മേരി? അതെ അച്ചോ. എന്നാലും സാരമില്ല, കൊണ്ടുവന്നത് ഇങ്ങനെ വേണ്ടാന്ന് പറയാം. ഷുഗർ ഇത്തിരി കൂടുതലാ. പിന്നെ നമ്മുടെ രൂപത പുതിയൊരു ആശുപത്രി തുടങ്ങണത് അറിയാലോ. ഞാൻ അതിന്റെ നിർമ്മാണ ചെലവിന് ആവശ്യമായ സംഭാവന പിരിക്കാൻ വന്നതാ. അയ്യോ അച്ചോ, ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ വേണ്ട, ഞായറാഴ്ച തന്നാ മതി. അതച്ചോ. മേരിയെ, നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഒരു വിഹിതം കൊടുക്കണം. നാളെ നമ്മുടെ മകൻ പഠിച്ചൊരു നഴ്സാകുമ്പോൾ അവന് ആശുപത്രിയിൽ ഒരു ജോലി കിട്ടുമല്ലോ. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നല്ലൊരു ചികിത്സ കിട്ടില്ലടി. എടാ തോമസേ, പഠിച്ചു കഴിഞ്ഞാൽ വല്ല വിദേശത്തും പോണം, എന്നാലേ കാശുണ്ടാക്കാൻ പറ്റൂ. കാശുണ്ടായ എനിക്ക് ഇടയ്ക്ക് വന്ന് സംഭാവന ചോദിക്കാലോ. തോമസ് ഏട്ടോ, വീട്ടിൽ വല്ല കുടുംബയോഗമാണോ? ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് അങ്ങോട്ട് വരാമോ? ആ വാ മെമ്പറേ. തെക്കുംപാടത്തച്ചോ, ഇന്ന് എന്ത് വിരിവാ? ഒലക്കേടെ മൂട്. നിങ്ങൾ രാഷ്ട്രീയക്കാര് ബക്കറ്റും കൊണ്ട് കയറി ഇറങ്ങി വിരിക്കണേന് ഒരു കുഴപ്പമില്ല. തെക്കും പാടത്തച്ഛൻ വടക്കോട്ട് പോണുണ്ടോ പടിഞ്ഞോട്ട് പോണുണ്ടോ? തെക്കോട്ട് പോണുണ്ടോ? ഞാനൊന്ന് പ്രാസൊപ്പിച്ച് പറഞ്ഞാണ് എൻ്റെ അച്ചോ, കണ്ണുരുട്ടണ്ട. തോമസേ, ഞാൻ ഇറങ്ങാണ്. ശരിയച്ചോ, ഞായറാഴ്ച കാണാം. ദണ്ഡനമഴിയും കെട്ടുകടകരും ആരാധനയും. മെമ്പറും അച്ഛനും നല്ല ലോഹിതിലാണല്ലേ? എൻ്റെ പാർട്ടി സഭയ്ക്കെതിരാണെന്ന് പറഞ്ഞ് പുതുപ്പണക്കാരൻ പത്രോസിന് വോട്ട് മറിച്ചത് എനിക്ക് അങ്ങോട്ട് എളുപ്പത്തിൽ മറക്കാൻ പറ്റോ തോമസ് ഏട്ടാ? എന്നാലും മെമ്പർ ജയിച്ചുല്ലോ. അത് നാട്ടുകാർക്ക് എന്നിലും എൻ്റെ പാർട്ടിയിലുമുള്ള വിശ്വാസം. തോമസ് ഏട്ടാ, നീ വന്ന കാര്യം പറയാം. ഈ വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ബിനോയി അതിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച കൃത്യം 3:30 എത്തണം. ഓക്കെ, എന്നാ ശരി, കുറച്ച് പേരോടും കാണാനുണ്ട്. അല്പം കഷ്ടപ്പാടുണ്ടായാലെന്താ? ദൈവം നമുക്ക് നല്ല മക്കളെ തന്നില്ലേ? നമ്മുടെ മോന് ജോലി കിട്ടി, കടങ്ങളെല്ലാം വീട്ടി സമാധാനത്തോടെ ജീവിക്കണം. നാളെ മുതൽ അല്പം കൂടുതൽ നേരം വണ്ടി ഓടിക്കണം. ഇനി അങ്ങോട്ട് ചെലവ് കൂടുതലാ. വീട്ടിലെ ചെലവുകളും ചുരുക്കി പിടിക്കണം. എൻ്റെ ജീവിതത്തിന് അപ്പൻ്റെ വിയർപ്പിൻ്റെയും അമ്മയുടെ കണ്ണീരിൻ്റെയും ഗന്ധമുണ്ട്. 4 വർഷം നന്നായി പഠിച്ചു, നല്ല മാർക്കോടെ പാസ്സായി. പിന്നെ ഒരു ജോലിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു. എനിക്ക് ഒരു ജോലി കിട്ടിയപ്പോഴേക്കും കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമായി. ട്രെയിനിങ് പീരീഡിൽ കിട്ടുന്ന ശമ്പളം ഭക്ഷണവും താമസവും കഴിഞ്ഞ് വിദേശത്ത് ജോലി നോക്കാമെന്ന് വെച്ചാൽ പോകാനുള്ള ചെലവ് താങ്ങില്ല. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും എന്നിലായി. തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ എനിക്കായില്ല. ആവശ്യത്തിലധികം ജീവിതഭാരം എടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പച്ചൻ. മോനെ ബിനോയി, എന്റെ അപ്പച്ചൻ ഒരു മാറാരോഗിയായി മാറി. നിങ്ങൾ ഈ മരുന്നൊന്ന് കഴിക്ക്. ദൈവമേ, ഇതെന്ത് ചുമയാ!
ബിനോയ് വന്നോ? അവനൊരു നല്ല നിലയിൽ കണ്ടാ മതി. എടുത്ത ലോണുകളുടെ കുടിശ്ശിക കൂടിയപ്പോൾ ബാങ്കുകാർ വീട്ടിൽ കയറിയിറങ്ങി നടക്കാൻ തുടങ്ങി. ചേർത്തി വരെ എത്തി. മിസ്റ്റർ തോമസ്, നിങ്ങളുടെ ലോണിന്റെ കുടിശ്ശിക അടയ്ക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞു. ഇനി ബാങ്കിന് അതിൻ്റെതായ ലീഗൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനായി കയറുമായി നിൽക്കുന്നതെന്ന്? എനിക്ക് മരിക്കണം. അങ്ങനെ എന്റെ ജീവിതത്തോട് എനിക്ക് പ്രതികാരം ചെയ്യണം. എന്റെ മുന്നിൽ മരണം മാത്രം. മരണത്തിന്റെ അഗാധത എന്നെ അകലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങ് ദൂരെ ദൂരെ. മോനെ, അമ്മയുടെ മോൻ പഠിച്ച് വലിയ ആളാകണം. എന്നിട്ട് എൻ്റെ മോൻ്റെ കൂടെ അമ്മയ്ക്ക് സന്തോഷത്തോടെ വർഷങ്ങളോളം ജീവിക്കണം. അമ്മേ അമ്മേ അമ്മേ. മോനെ ബിനോയ്, അപ്പച്ചൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? എൻ്റെ മോനെ വേണ്ടിയാ. മോന് ജോലി കിട്ടി വലിയാളാകുമ്പോ അപ്പച്ചനെയും അമ്മയെയും പൊന്നുപോലെ നോക്കാനുള്ളതാ. അപ്പച്ചാ, ഒന്ന് സമാധാനമായി മരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ബിനോയ്, നീ കരയരുത്. ഞാൻ നീ ഉൾപ്പെടുന്ന നഴ്സിംഗ് സമൂഹത്തിൻ്റെ മനസാക്ഷിയാണ്. ആത്മഹത്യ ഭീരുവിൻ്റെ ഒളിച്ചോട്ടമാണ്. നിന്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നീ മറക്കരുത്. ചൂഷണങ്ങൾക്കെതിരെ പോരാടി അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ കരുത്താർജിക്കണം. നിനക്കൊപ്പം നിൽക്കാൻ അനേകായിരങ്ങളുണ്ട്. കാരണം നീ ഭൂമിയിലെ മാലാഖയാണ്. മുറിവുണക്കാൻ മരുന്നിനൊപ്പം സ്നേഹം വച്ച് കെട്ടുന്ന മാലാഖ. രാത്രികളിൽ ഉറങ്ങാതെ ജീവനു വേണ്ടി കൂട്ടിരിക്കുന്ന മാലാഖ. ശ്വാസം നിലയ്ക്കുന്നതുവരെ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകുന്ന മാലാഖ. കുഞ്ഞുങ്ങൾക്ക് അമ്മയാകുന്ന, മുതിർന്നവരുടെ കൂടപ്പിറപ്പാകുന്ന, വാർദ്ധക്യത്തിൽ മകളാകുന്ന മാലാഖ. കരുണയുള്ള പുഞ്ചിരി കൊണ്ട് ലോകം കീഴടക്കാൻ കഴിയുന്ന മാലാഖ. അതെ, ചിറകുകളില്ലാത്ത ഭൂമിയിലെ മാലാഖ. ശരിയാ. ഇപ്പോൾ എൻ്റെ മുൻപിൽ പ്രതീക്ഷയുടെ അനേകായിരം നക്ഷത്രങ്ങളുണ്ട്. ഒരു നേഴ്സായി തന്നെ എനിക്ക് ജീവിക്കണം. ഇതുപോലുള്ള അനേകം ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മാനേജ്മെൻറ്റുകളുടെ ചൂഷണത്തിൻ്റെ ഫലമായി ഉരുകിത്തീരുന്നവർ. നാളെയുടെ നല്ല നാളേക്കായി നമുക്ക് കരങ്ങൾ കോർത്ത് ഹൃദയപക്ഷത്ത് ഉണർന്നിരിക്കാം. ഏവർക്കും പെർത്ത് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ.